ഹായ് ഓൾ. ഇപ്പോൾ നമ്മുടെ 2026 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? ജനുവരി 31 മുതൽ മാർച്ച് 2 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ എല്ലാവരും ആ ഒരു ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. സൈറ്റ് ഹാങ് ആവാം. ഒരുപാട് ആപ്ലിക്കൻസ് വരുന്ന എക്സാമാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. ഒരു 3-4 ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ പാർട്ട് ക്ലിയർ ആക്കിയിരിക്കണം. എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഭാഗം ക്ലിയർ ആയാൽ പിന്നെ എന്താ? പ്രിപ്പറേഷൻ. അതെ, പ്രിപ്പറേഷനാണ് പിന്നെ തുടങ്ങേണ്ടത്. എങ്ങനെ തുടങ്ങും? എവിടുന്ന് തുടങ്ങും? നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാംസിന് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയയുമില്ല, ഒരു ധാരണയുമില്ല എങ്ങനെ, എവിടുന്ന്, എപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ബേസ് സെറ്റ് ചെയ്യുന്നത്? എന്താ ബേസ് സെറ്റ് ചെയ്യുന്നത്? എന്താണ് ബേസ് സെറ്റ് ചെയ്യുന്നത്? ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുകയാണോ? ഒന്നും നോക്കാതെ ഇത്രയും സിലബസ് ഉണ്ട് മാത്സിൽ, അരിത്തമാറ്റിക്, അഡ്വാൻസ് അരിത്തമാറ്റിക് തന്നെ, കോമ്പൗണ്ട്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, പ്രപ്പോർഷൻ, ഇങ്ങനെ ഒരുപാടുണ്ടോ? ഇതെല്ലാം ഒന്ന് പഠിച്ചു തീർത്തേക്കാം. അതാണോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എക്സാം എന്താണെന്ന് അറിയുക, എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് അറിയുക. അതിനെന്താ ചെയ്യണ്ടേ? തൊട്ട് കഴിഞ്ഞ എക്സാം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലത്തെ വർഷമോ അല്ലെങ്കിൽ ഈ ഒരു എക്സാം തൊട്ട് മുമ്പ് എപ്പോഴാണോ നടത്തിയത് ആ ഒരു പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്യുക. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്തൊക്കെയാണ്. അപ്പം നിങ്ങളുടെ ബേസ് പഠനം തുടങ്ങുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യമാണ് എക്സാമിനെ കുറിച്ച് പഠിക്കുക, എക്സാമിനെ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, ട്രെൻഡ് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് അതിന് തുടങ്ങി കുറിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാത്സിൻ്റെ അനാലിസിസ് നമ്മൾ ഈ വീഡിയോയോട് കൂടി, ഈ ക്ലാസ് ഡിസ്കഷനോട് കൂടി തുടങ്ങിയ ഇതേ ക്വസ്റ്റ്യൻ, ഇതിലുള്ള ഇതേ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും വരും എന്നല്ല നമ്മൾ പറയുന്നത്. പാറ്റേൺ ഫോളോ ചെയ്യാം. പാറ്റേൺ ഈ ഏകദേശം ഒരു 70-80% പാറ്റേൺ ഫോളോ ചെയ്യാം. ഇതേ ട്രെൻഡാണ് എങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് എക്സാം അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് അത് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ദിശ അക്കാഡമി ഓൺലൈൻ സെഷൻ. അപ്പോൾ ഇത് നോക്കിയേ, ഗ്രൂപ്പ് ഡി മാത്സ് പേപ്പർ. ഇന്ന് മാത്സിൻ്റെ ഡിസ്കഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്. കുറേ ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുക, അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോവുക. ഇതാണെന്ന് ചെയ്യേണ്ടത് അല്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ, ചോദിക്കുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും കൂടി നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. എല്ലാ ടോപ്പിക്കൂടെ റിവിഷൻ നിങ്ങൾക്കാവും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് മാത്രം എടുക്കുക, ഇപ്പോൾ ഒരു ഓൾജിബ്ര മാത്രം എടുക്കുക, ഓൾജിബ്രയുടെ മാത്രമേ നിങ്ങൾക്ക് പോകും. ഇപ്പോൾ പേഴ്സൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് ഓക്കെ ആവും. പക്ഷേ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നതിൻ്റെ കാരണമേ ഇതാണ്. എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ഒരു വട്ടം റിവിഷൻ ആവുക, ഒപ്പം ബേസ് സെറ്റ് ചെയ്യുന്നവർ അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോക്കി. P and Q can together do a work in 9 days. പിക്കും ക്യൂവിനും ഒരുമിച്ച് ഒരു വർക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണ്ടേ? 9 ദിവസം. 9 ദിവസമാണ് പിക്കും ക്യൂക്കും ഒരുമിച്ച് ഒരു വർക്ക് ചെയ്തു തീർക്കാൻ വേണ്ടത്. ക്യൂ അലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 36 days. പക്ഷെ ക്യൂവിന് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും? 36 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ പി അലോൺ ഡു 3/4 ഓഫ് ദി വർക്ക്? 3/4 ഓഫ് ദി വർക്ക്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ?
പിക്കും ക്യൂക്കും ഒരുമിച്ച് ജോലി ചെയ്താൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ അവർക്ക് 9 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ക്യൂ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 36 ദിവസം എടുക്കും ആ ജോലി തീർക്കാൻ. അങ്ങനെയാണ് എങ്കിൽ പിക്ക് ഒറ്റയ്ക്ക് 3/4 ഓഫ് ദി ജോബ് എന്ന് വെച്ചാൽ ആ ജോലിയുടെ 4/3 ഭാഗം എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? ടൈം ആൻഡ് വർക്ക് ഡിസ്കസ് ചെയ്തതാണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം നോക്കി. പി പ്ലസ് ക്യൂ എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്? 9 days. ഓക്കെ, ക്ലിയർ ആണോ? ക്യൂ എലോൺ ക്യാൻ ഡു ദ വർക്ക്. ക്യൂ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ക്ലിയർ ആക്കുന്നത്? 36 days. 36 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കും. ഇതിൽ നമ്മൾ എന്താ എടുക്കണ്ടേ? എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എഫിഷ്യൻസി ടൈം ആൻഡ് വർക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്തവർക്ക് അല്ലെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും. എഫിഷ്യൻസി നമുക്ക് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ വർക്കിലേക്ക് പോകാനും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആൻസറിലേക്ക് എത്താനും പറ്റും. എങ്ങനെയാണ് ഈ ടോട്ടൽ വർക്കും എഫിഷ്യൻസിയും കാണുന്നത്? എങ്ങനെയാ? നമുക്ക് 2 ഡേറ്റാസ് ഉണ്ട്. പിയും ക്യൂവും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ദിവസവും ക്യൂ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ദിവസവും. അപ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻസി കാണുക? ഈ 2 നമ്പേഴ്സിൻ്റെയും LCM എടുത്താൽ പോരെ? LCM എടുത്താൽ മതിയല്ലോ. എങ്ങനെയാ 36ൻ്റെ 9 ടൈം LCM എടുക്കുന്നത്? 36ൻ്റെ 9 ടൈം LCM എടുക്കുന്നത് എങ്ങനെയാ? എഴുതി കൂട്ടുവോ? 9 36 ഇങ്ങനെ വരുമോ? ഇങ്ങനെ വന്നാൽ സമയം പോവും, നിങ്ങൾ എക്സാം ക്ലിയർ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 36ൽ 9 അടങ്ങുമോ എന്ന് മാത്രം നോക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 36ൽ 9 അടങ്ങുമോ? 2 നമ്പേഴ്സല്ലേ ഉള്ളൂ. അപ്പം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ടൈം ആൻഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പോകാവൂ. 36ൽ 9 അടങ്ങുമോ? അടങ്ങുമല്ലോ. എത്രയാ? 9 × 4 അല്ലേ 36. അപ്പോൾ 9ൻ്റെയും 36ൻ്റെയും LCM എത്രയാ? 36 തന്നെയല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര കിട്ടി നമുക്ക്? 36. എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായല്ലോ. 9ൻ്റെയും 36ൻ്റെ LCM എടുത്തു. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലായാലും അല്ലെങ്കിൽ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പാടാണെങ്കിൽ ഈ രീതിയിൽ എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? എങ്ങനെയാ നോക്കിയേ. 9 36 ഏതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 9. എത്രയാ? 1 4. 1 ഉം 4. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 1 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ എത്രയാ LCM? 9 × 4 36. ഇങ്ങനെ എടുത്താലും മതി, ഒരു പ്രശ്നവുമില്ല. ക്ലിയർ ആണല്ലോ? പെട്ടെന്ന് കിട്ടുന്ന വഴിയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ 9 × എത്രയാണ്? 36. അതാണല്ലോ നമ്മുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ചെയ്യാൻ ഈ 2 പേരും കൂടെ 9 ഡേയ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ വർക്ക് ചെയ്യാൻ ഈ 2 പേരും കൂടെ 9 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്ര? 36/9 എത്രയാണ്? 4. ഇനി ക്യൂവിൻ്റെ കേസിൽ എങ്ങനെയാ? 36 ആണ് ടോട്ടൽ വർക്ക്. 36 ദിവസം തന്നെ ക്യൂ എടുക്കും. അപ്പോൾ എത്ര? 36/36 എത്രയാ? 1. അപ്പോൾ 2 ഡേറ്റയുടെയും എഫിഷ്യൻസി കിട്ടി. പിയും ക്യൂവും ഒരുമിച്ചുള്ള എഫിഷ്യൻസിയും ക്യൂ ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസിയും. ഇനി ഒരു റിലേഷൻ നിങ്ങൾ മറന്നു പോയെങ്കിൽ ഓർക്കുക, അല്ലാത്തവർ ആലോചിക്കുക. എന്താണ് ഈ എഫിഷ്യൻസിയും ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൻ്റെയും റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എ ഒരു വർക്ക് ചെയ്യാൻ 40 ഡേയ്സ് എടുത്തു. ബി ഒരു വർക്ക് ചെയ്യാൻ 20 ഡേയ്സ് എടുത്തു. 20 ഡേയ്സ്. ഇത് രണ്ടും ഡേയ്സ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുക, എക്കാണോ ബിക്കാണോ എഫിഷ്യൻസി കൂടുതൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എ ഒരു ജോലി ചെയ്യാൻ 40 ദിവസവും ബി ഒരു ജോലി ചെയ്യാൻ 20 ഡേയ്സും എടുത്തു. എക്കാണോ ബിക്കായിരിക്കുമോ എഫിഷ്യൻസി കൂടുതൽ? കാര്യക്ഷമത ആർക്കായിരിക്കും ഇവിടെ കൂടുതൽ? 40 ആണല്ലോ വലിയ അക്കം, അതുകൊണ്ട് 40 എക്കായിരിക്കും കൂടുതൽ. അങ്ങനെയാണോ? അല്ല. കൂടുതൽ ദിവസം എടുത്താൽ കുറഞ്ഞ എഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? കൂടുതൽ ടൈം എടുത്താൽ, ഇപ്പോൾ 2 പേരെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കുന്ന ആൾക്ക് കുറഞ്ഞ എഫിഷ്യൻസി. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ കുറഞ്ഞ ദിവസം എടുത്ത ആൾക്ക് എന്താ? കമ്പാരിറ്റീവ്ലി കൂടുതൽ എഫിഷ്യൻസി. ക്ലിയർ ആണോ? അപ്പോൾ എഫിഷ്യൻസിയുടെ കേസിൽ എന്തായിരിക്കും? ഡേയ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. നമ്പർ ഓഫ് ഡേയ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി ആയിരിക്കും. എഫിഷ്യൻസിയുടെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നത്.
ക്ലിയർ ആണല്ലോ? ഇത് മൈൻഡിൽ വെക്കുക, മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എന്താ പറയുന്നത്? പി ആൻഡ് ക്യൂ 9 ദിവസം, ക്യൂ 36 ദിവസം, ടോട്ടൽ വർക്ക് കിട്ടി 36, എഫിഷ്യൻസിയും കിട്ടി. നമുക്ക് എഫിഷ്യൻസി ഇവിടെ നോക്കിയേ, എന്താ എഫിഷ്യൻസി? പിയുടെയും ക്യൂയുടെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ വന്ന് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇൻ ഹൗ മെനി ഡേയ്സ് പി ഒറ്റയ്ക്ക് ഡു 3/5 ഓഫ് ദി ടോട്ടൽ വർക്ക്, അല്ലെങ്കിൽ ഓഫ് ദ വർക്ക്. എന്താ നമ്മളോട് ചെയ്യണ്ടേ? പിയുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ പി മൊത്തവും എത്ര ദിവസം എടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റൂ, അല്ലേ? പിയുടെ എഫിഷ്യൻസി മാത്രം കണ്ടാൽ അല്ലേ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ടോട്ടൽ വർക്കിൽ നിന്ന് പിയുടെ എഫിഷ്യൻസി എടുത്താൽ മാത്രമല്ലേ നമുക്ക് എത്ര ദിവസം പി വർക്ക് ചെയ്തു, 3/4 ടോട്ടൽ വർക്കിന്റെ 3/4 കംപ്ലീറ്റ് ചെയ്യാൻ പി എത്ര ദിവസം എടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ഇവിടുന്ന് പിയുടെ എഫിഷ്യൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ക്യൂവിൻ്റെ എഫിഷ്യൻസി 1 ഉണ്ട്, പി പ്ലസ് ക്യൂ എത്രയുണ്ട്? 4 ഉണ്ട്. അപ്പോൾ എന്താണ് പിയുടെ എഫിഷ്യൻസി? ക്യൂയുടെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ 4 - 1 3 അല്ലേ പിയുടെ എഫിഷ്യൻസി? പിയുടെ എഫിഷ്യൻസി 3 അല്ലേ? 3 ആണ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ വർക്കിൻ്റെ 3/4 കംപ്ലീറ്റ് ചെയ്യാൻ പി എത്ര ദിവസം എടുത്തു? അപ്പോൾ ടോട്ടൽ വർക്കിൻ്റെ 3/4 എത്ര? 3/4 ഓഫ് ടോട്ടൽ വർക്ക് എത്രയാ? 36 × 3/4 എത്രയാ? 4ഉം 36 കട്ട് ചെയ്താൽ 9 × 3 27 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പി എത്ര ദിവസം എടുത്തു? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 27 വർക്ക് ഡിവൈഡ് ബൈ പിയുടെ എഫിഷ്യൻസി എത്രയാ? പിയുടെ എഫിഷ്യൻസി എത്രയാ? 3. അപ്പോൾ 27 ഡിവൈഡ് ബൈ 3 എത്രയാ? 3 എത്രയാടേ? 9 ഡേയ്സ്. 9 ഡേയ്സ്. അപ്പോൾ എത്ര ദിവസമാണ് പി എടുത്തിട്ടുള്ളത് ഈ ഒരു 27 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? 9 ഡേയ്സ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ഒന്നും ആലോചിക്കരുത്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. പിയും ക്യൂവും കൂടെ 9 ദിവസം എടുത്തു, ക്യൂ ഒറ്റയ്ക്ക് 36 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്കിൻ്റെ 3/4 കംപ്ലീറ്റ് ചെയ്യാൻ പി എത്ര ദിവസം എടുക്കും? എന്താ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ പോകേണ്ടത്? എന്താ? പിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്കിൻ്റെ 3/4 എടുക്കുക, എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ് എന്ത്? നമ്പർ ഓഫ് ഡേയ്സ്. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ് നമ്പർ ഓഫ് ഡേയ്സ്. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ് നമ്പർ ഓഫ് ഡേയ്സ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The marked price of an article അല്ലെങ്കിൽ of an item is 75% above the cost price. ക്ലിയർ ആണല്ലോ? ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ കാട്ടിൽ 75% കൂടുതലാണ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കി. ഇഫ് എ മെർച്ചന്റ് വാണ്ട്സ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 33% ഓൺ ദാറ്റ് ഐറ്റം. ഒരു മെർച്ചന്റിന്, ഒരു കച്ചവടക്കാരന് എന്താ ഇവിടെ വേണ്ടത്? ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ 33% ലാഭം വേണം. 33% ലാഭം വേണം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിസ്കൗണ്ട് ഷുഡ് ഹി ഓഫർ? ക്ലിയർ ആണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വന്നേ. ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% എബോവ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെക്കാട്ടിൽ 75% കൂടുതലാണ് എന്ത്? മാർക്ക്ഡ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇഫ് എ മെർച്ചന്റ് വാണ്ട്സ് ടു മേക്ക് പ്രോഫിറ്റ് ഓഫ് 33%, അയാൾക്കൊരു ലാഭം, എത്ര ലാഭം ഉണ്ടാക്കണ്ടേ? 33% ലാഭം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിസ്കൗണ്ട് ഷുഡ് ഹി ഓഫർ? ബേസിക് അറിയാമോ? നോക്കി നിങ്ങൾ. എന്താണ് ഈ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. എന്താ നോക്കി? കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം, ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. നോക്കി, കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൊഡക്റ്റിൻ്റെ വില, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ നമ്മുടെ കയ്യിൽ ചിലവായ വില, അത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നു. എന്ത് ചെയ്തു? നമ്മൾ ചിലവാക്കിയ പൈസയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് പൈസ എക്സ്ട്രാ വേണ്ടേ? അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം, കൂടുതൽ വേണം. അത് പ്രതീക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ വാങ്ങിക്കുന്നത്. മാർക്ക്ഡ് പ്രൈസ് ആഡ് ചെയ്ത് കുറച്ച് പ്രൈസ് കൂട്ടി മാർക്കറ്റിൽ കൊണ്ടുവച്ചു. എന്താണ് ഈ മാർക്ക്ഡ് പ്രൈസ്? MRP എന്ന് കേട്ട് കാണുമല്ലോ നിങ്ങൾ. ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും ആ ഒരു
ആ ലേബലിൻ്റെ മുകളിൽ കാണുന്ന MRP അതാണ് മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ ലേബിൾഡ് പ്രൈസ്. ക്ലിയർ ആണോ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, കുറച്ച് പ്രൈസ് കൂട്ടി ഞാൻ മാർക്കറ്റിൽ എൻ്റെ സാധനം എത്തിച്ചു. ഓക്കെ, പിന്നെന്താ അതേ പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് സെല്ലിംഗ് പ്രൈസിൽ വിറ്റു. പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. കോസ്റ്റ് പ്രൈസിൽ ഉള്ള സാധനം മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തിച്ചു, അതിൽ നിന്നും കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്ത് സെല്ലിംഗ് പ്രൈസിൽ വിറ്റു. അപ്പം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ അറിയാം? സെല്ലിംഗ് പ്രൈസിനെയും കോസ്റ്റ് പ്രൈസിനെയും ഡിഫറൻസ് നോക്കുക. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാം. ക്ലിയർ ആണോ? ഇതാണ് ബേസിക്. ഈ ഒരു ചാർട്ട് മാത്രം പഠിച്ചിരുന്നാൽ മതി, വേറെ ഇക്വേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈ 75% എബോവ് ദ കോസ്റ്റ് പ്രൈസ്. 75%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാ? 3/4 ആണല്ലോ. അപ്പം നമ്മുടെ കോസ്റ്റ് പ്രൈസും മാർക്ക്ഡ് പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്താ? മാർക്ക്ഡ് പ്രൈസ് ഈസ് 75% എബോവ് ദ കോസ്റ്റ് പ്രൈസ്. ഇപ്പം എത്രയാ? മാർക്ക്ഡ് പ്രൈസ് 4 ആണ് എങ്കിൽ, കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാവും? 75% കൂടുതലാണ്. അപ്പോൾ എത്രയാ? 4 + 3 7 മാർക്ക്ഡ് പ്രൈസ്. കൺഫ്യൂഷൻ ഉള്ളവർ നോക്കിയേ, ഞാൻ കോസ്റ്റ് പ്രൈസ് 100 ആക്കി എടുത്തു. മാർക്ക്ഡ് പ്രൈസ് അപ്പം എത്രയാ? 75% കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. അപ്പം എത്രയാ? 175. അപ്പം എത്രയാ? 25 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. 4/7 തന്നെയല്ലേ ഇത്? ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നേരെ ഇതിലേക്ക് പൊക്കോണം. ഓക്കെ, നോക്കിയേ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ക്ഡ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടി 4/7. ഇതൊന്നും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു ഇക്വേഷൻ അറിയണം. ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അറിയണം. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെയും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻ റിലേഷൻ വിത്ത് മാർക്ക്ഡ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. നോക്കി ആ ഇക്വേഷൻ ഏതാ നോക്കി. മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഇതാണ് ഇക്വേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് പേരെ ഇക്വേഷൻ അറിയില്ല എങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ഇക്വേഷനാണിത്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു നോക്കുക. ഓക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ക്ഡ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടി 4/7. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ദ മെർച്ചൻറ്റ്, ആ കച്ചവടക്കാരൻ എന്താ അവസാനം വേണ്ടത്? പ്രോഫിറ്റ് ഓഫ് 33%, 33% ലാഭം വേണം. ലാഭം നമ്മൾ എവിടെ കൊടുക്കും? മാർക്ക്ഡ് പ്രൈസിൽ കൊടുക്കും. 33% ലാഭം. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് കൊടുക്കും? അതായത് 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ക്ലിയർ ആണോ? ഒറ്റ ഇക്വേഷനിൽ എല്ലാം ക്ലിയർ ആയി. ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ക്ഡ് പ്രൈസിൻ്റെയും റേഷ്യോ കൊണ്ടു, എന്നിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഇനി കിട്ടില്ലേ? ഓക്കെ, 4/7 ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് പോവും. പിന്നെ 133, 100 പ്ലസ് 33, 133. ക്ലിയർ ആണോ? 7ഉം 133 കൂടെ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 19. അപ്പോൾ 100 മൈനസ് ഡി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 19. 19 ഇൻറ്റു 4 എന്താടേ? ടേബിൾ പഠിച്ചിട്ടുണ്ടോ? ടേബിൾ പഠിക്കണം. ടേബിൾ പഠിക്കാത്തവർ നോക്കിയേ. 19ൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും നമ്പറിനെ നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടല്ലോ? 20. 20 ഇൻറ്റു 4 എത്രയാടേ? 20 ഇൻറ്റു 4 പറഞ്ഞേ. 20 ഇൻറ്റു 4 എത്ര? 20 ഇൻറ്റു 4 80. 20 ഇൻറ്റു 4 80 ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് എത്ര കുറച്ചാൽ മതി? ഒരു 4 മൈനസ് ചെയ്താൽ പോരെ? 19 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താ? 80ൽ നിന്ന് 4 കുറച്ചാൽ പോരെ? ഇപ്പോൾ എത്ര കിട്ടി? 76. ഓക്കെ, ഇപ്പോൾ 4 ഇൻറ്റു 19 76. നമുക്ക് ആൻസർ ആയോ? ആൻസർ ആയോ? ഇല്ല, ആൻസർ ആയിട്ടില്ല. എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ 100 മൈനസ് ഡി ആണ് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടേ? ഡി ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഡി എ 100നെ അവിടെ ഇടുക, 76നെ ഇപ്പുറത്ത് കൊണ്ടുവരിക, -76 ഈസ് ഈക്വൽ ടു ഈ മൈനസ് ഡി അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ഡി. ഇപ്പോൾ എത്രയാണ് ഡി? ഡി എന്ന് പറഞ്ഞാൽ എന്താ? 24. ആൻസറായി 24%. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ?